നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ഇന്നത്തെ, അതായത് സാറ്റർഡേ എപ്പിസോഡ് ലാലേട്ടൻ്റെ എപ്പിസോഡ് എന്ന് പറയാം അല്ലേ വിധോ? ഇന്നത്തെ എപ്പിസോഡ് ആര് തൂക്കി? ലാലേട്ടൻ. ഇന്നത്തെ എപ്പിസോഡ് തൂക്കിയ ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു റിവ്യൂ അല്ല, നമ്മുടെ കണ്ടിട്ടുള്ളൊരു ഒപ്പീനിയൻ. വിധോ, സാധാരണ ദിവസത്തെ ഒരു എപ്പിസോഡ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി കാണുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കുറച്ച് നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഞാൻ സാധാരണ നോട്ട് ചെയ്ത് വെക്കലാണ്, എന്താ പറയേണ്ടതെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കും, ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പറയില്ല. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് എന്ത് സംഭവിച്ചു പറയാം, ഞാൻ നോട്ട് ചെയ്യാൻ മറന്നുപോയി. കാരണം സീരിയസ് ആയിട്ട് ഇന്ന് ഒരു സാധാരണ ഓഡിയൻസ് ഉള്ള കണ്ടീഷനിലാണ് ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താ അറിയോ, എന്തൊക്കെയാ വിധു ഈ പറഞ്ഞത്? ഞാൻ മാത്രാണോ അത്? പക്ഷെ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഗബ്രിയും ജിൻഡോയും ഔട്ട് ആവുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു പ്ലാനാണ് ജാസ്മിനെ രക്ഷിക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെറുതെ അപ്പൊ ആലോചിച്ചതാണ്. എന്തൊക്കെ പറഞ്ഞതറിയോ, ഗബ്രീനെ പുറത്താക്കുന്നത് ജാസ്മിനെ രക്ഷിക്കാനാണെന്ന്. അത് കേട്ടത് അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഔട്ട് ആക്കുകയാണെങ്കിൽ അത് സത്യമല്ലേ? കാരണം അങ്ങനത്തെ ഇവര് ജിൻഡോനും ഗബ്രീനെയും പുറത്താക്കാൻ മാത്രമുള്ള തെറ്റൊന്നും അവര് ചെയ്തിട്ടില്ല. അപ്പോ അത്ര ദൂരം അങ്ങനത്തെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനൊക്കെ പുറത്താക്കുകയാണെങ്കിൽ പക്ഷെ അത് യോജിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ എന്തൊക്കെ രീതിയിലാണ് മനുഷ്യന്മാരെ ഭാവന പോയതെന്ന് ആലോചിച്ച് നോക്കണം അല്ലേ? ഒരുപാട് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ നടത്തുന്ന കഥാകാരന്മാർ, എന്താ പറയുക, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ കഥാകൃത്തുക്കളൊക്കെ ഇഷ്ടം പോലെ മനസ്സിലാണ്. അത്രയധികം കൽപ്പനകളെ മനസ്സിലാവുന്നത്. അത് എവിടെ വകയായിട്ടാണ് ഉണ്ടാക്കിയത് ജാസ്മിനെ രക്ഷിക്കുക. അല്ലാതെ ഒരുപാട് പേരെ യോജിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അത് നമ്മൾ വീട്ടിലും പറഞ്ഞപ്പോഴൊക്കെ എന്റെ വീട്ടിലുള്ള ഒരു ഫ്രണ്ട്സ് ഒക്കെ കേട്ടോ ഒക്കെ പറഞ്ഞു, നമ്മൾ അങ്ങനെ ഔട്ടാക്കുകയാണെങ്കിൽ അത് ജാസ്മിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ അത് വിടൂ. ഇത് ഞങ്ങൾ പറയാനുള്ള കാരണം വെച്ചാൽ ഞങ്ങളെ ട്രോളാൻ പുറത്തുനിന്ന് ഒരു തെണ്ടറി ആവശ്യം ഞങ്ങൾക്കില്ല അല്ലേ? നമ്മളെ ട്രോളാൻ നമ്മൾ തന്നെ ആക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും ആ പരിപാടി കഴിഞ്ഞു. പക്ഷെ അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ, അതും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യം ചിലപ്പോൾ ഇത് സീക്രട്ട് റൂം അല്ലാതെ മാറ്റി നിർത്തലാണെങ്കിലോ എന്നുള്ളത്, വാട്ട് എവർ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു എപ്പിസോഡ് ആ ഒരു സംഗതിയാണ് ഇന്ന് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഗ്യാസിന്റെ ഇഷ്യൂ. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു ആരാണ് ഗ്യാസ് തുറന്നതെന്ന്. ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എല്ലാവർക്കും, ആരാന്ന്. അപ്പൊ അന്ന് ഗ്യാസ് ഓപ്പൺ ഓണാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത പോലെ ഇവിടെ ഗ്യാസിന്റെ കുറ്റി ഉണ്ടോ, ആരാ കൊണ്ടുവച്ച്, എവിടുന്നാ കൊണ്ടുവന്ന എന്നൊക്കെ ചോദിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു, ജാസ്മിൻ. എന്നിട്ട് ആ സോഫയിൽ ഇരുന്നിട്ട് അഭിനയിക്കുകയാ അവള്. ലാലേട്ടത് പറയുമ്പോ തന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഞാനാണോ എന്നൊക്കെ പറയണ്ടായിരുന്നു. ഇത്ര കാലമായിട്ടും ഇവർക്കൊന്നും അഭിനയിക്കുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാവണില്ലേ ഇതൊക്കെ ഇവര് ബിഗ് ബോസ് കണ്ടിന്യൂസ് ആയിട്ട് ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ ജാസ്മിനാണ് ഗ്യാസ് തുറന്നിട്ടത്. അതിനുള്ള ജാസ്മിൻ നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കുറച്ചും കൂടി കിട്ടണമെന്നുണ്ടായി ജാസ്മിനെ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്, ഒരു ഇതൊക്കെ കൊടുത്തു, പിന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ജാസ്മിന്. ഒരു ഗ്യാസിന്റെ ഫയർ എക്സ്റ്റിംഗ്വിഷർ, അതൊക്കെ എന്ത് പ്രഹസന സജ്ജി, എന്താ ഫയർ എക്സ്റ്റിംഗ്വിഷർ? ജാസ്മിൻ രാത്രി ഗബ്രിക്ക് ഉമ്മ കൊടുക്കണേനും കെട്ടിപ്പിടിക്കണേനും വരെ ഫയർ എക്സ്റ്റിംഗ്വിഷറിനെ കൊണ്ടു നടക്കുക, അതൊക്കെ ഒരു പ്രഹസനം കളിയായിട്ട് തോന്നും. പിന്നെ ലാലേട്ടൻ തൂക്കിട്ടോ, ലാലേട്ടൻ്റെ എപ്പിസോഡാണ്. പിന്നെ അടുത്ത ഇഷ്യൂ ഗബ്രി ജിൻഡോ ഇഷ്യൂ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയുന്നത്. അല്ലെങ്കിൽ ജാൻമണിക്ക് ഇട്ടൊരു സാധനം കൊടുത്തു അല്ലേ, ചെറുതായിട്ട് നാളെ കൊടുക്കണമെന്ന്. ആ സ്ത്രീനെ വെറുതെ സീരിയസ് ആയിട്ട് ഞാൻ പകലൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞു ആ തള്ളനെന്നൊക്കെ പറയാൻ തോന്നുന്നു, പറയണ്ടല്ലേ, അത് മനസ്സിലായില്ല. ആ സ്ത്രീക്ക് നന്നായി കൊടുക്കണം. കാരണം ഒന്ന് ആലോചിച്ചൊക്കെ ഒരു പ്രാക്ക്, പിന്നെ അവരൊരു ബിസിനസ് ക്ലാസ്, ഇതൊക്കെ ചോദിക്കണം. പക്ഷെ ലാലേട്ടൻ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചിട്ടൊക്കെ നാളെ ചോദിക്കണ്ടേ, അവര് വെറുതെ വിടാൻ പാടില്ല. ഞാൻ കുറച്ചൊക്കെ അവർ ഒഴിവാക്കി വിടണമെന്ന് ചോദിച്ചത്. പക്ഷെ ലാസ്റ്റ് യമുന പോയ സമയത്ത് അവരുടെ അസാധ്യമായ ഓസ്കാറിനെ പോലും ഇനി ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അർജുൻ എടുത്തുകൊണ്ടിട്ട് ആ മറ്റേ വഴി കൊണ്ടുപോയിട്ടേ കഴിഞ്ഞ പ്രാവശ്യം പൂളുണ്ടായിരുന്നു, ഗാർബേജ് ബിന്നിലിട്ട് കൊണ്ടുപോയിട്ടോ. ഇനി കോലത്തിലാണെങ്കിൽ അങ്ങനെയൊന്നും പറയില്ലേ, എന്നാലും എന്താ ആലോചിക്കും, എന്ത് പ്രശ്നമാണ് തന്നെ ബിഗ് ബോസിലുള്ളവരോടും പറയണം. പുറത്താക്കി കൊന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് സീക്രട്ട് റൂമിലൊക്കെ നിന്നിട്ട് ഞാൻ വരാം, എങ്ങനെ ഉണ്ടാവും?
ആയിക്കോട്ടെ. അല്ല ഇങ്ങനത്തെ ലാംഗ്വേജ് യൂസ് ചെയ്ത് പോവാണ്. അല്ല ജാൻമണി കാണുമ്പോൾ ഈ എന്തൊക്കെ ഒരു വർത്തനം ഇവിടെ നിന്ന് വന്നിരുന്ന് പറഞ്ഞു ലൈവിൽ ഇത് കാണുന്ന സമയത്ത് ജാൻമണി യമുന പോയി കയറിട്ട് കരയാ. എന്തൊക്കെ എന്തോ ഒരാൾക്ക് എന്തോ പറ്റിയ പോലെ യമുനയ്ക്ക് എന്നെ മൈൻഡില്ല. അതിന്റെ ഇടയിൽ അത് കണ്ടിട്ട് അത് കണ്ടിട്ട് റസ്മിൻ ചിരിക്കുക. അതുപോലെ റസ്മിന്റെ കാണിക്കില്ല, റസ്മിൻ പിന്നെ അതിലേറെ കോമഡി എന്താന്ന് വെച്ചാല് ഒരാള് ഔട്ടായി കൊണ്ട് മറ്റാള് സേഫായി, ശരിയാണ്, ആ സന്തോഷം ഉണ്ടാവും. പക്ഷെ എന്നാലും ആ സന്തോഷം ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരാളെ ഞാൻ നോറേനെ ബാത്റൂമിലൊക്കെ ഡാൻസ് കളിക്കുക, പാട്ട് പാടുക. അതിന്റെ മുന്നേ നോറേനെ കുറിച്ച് ഇന്ന് 2 വാക്ക് സംസാരിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തും. കാരണം വെച്ചാൽ എന്തൊരു ചെറിയ വിഷയം ആരെങ്കിലും ഒരാൾ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പൊ നോറ അതിന് ഭയങ്കര സീനാക്കി ആരെങ്കിലും നോ എന്ന് പറഞ്ഞാൽ കൂടി നോറ അതിന് കയറി മോങ്ങി ആകെ ഷോ കാണിക്കുന്ന നോറ ഇന്ന് ഏറ്റവും ചീപ്പസ്റ്റ് കണ്ടസ്റ്റൻ്റായിട്ട് ബിഗ് ബോസിൽ ഫീൽ ചെയ്തു. ഇത് തിരിച്ച് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ. നോറയുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു ഇതൊരു ഗെയിം ഷോ ആണ്. പക്ഷേ ഒരു മനുഷ്യത്വം ഉണ്ടാവില്ലേ, 2 പേരെ പിടിച്ച് പുറത്താക്കി, അവര് സങ്കടത്തിലാണ്. അത് കണ്ട് കുറെ അതിലേറെ മോശമായിട്ട് വേറൊരാളുടെ അതിലേക്ക് വരാം. അപ്പൊ നോറയുടെ സംഭവം എന്താ വെച്ചാൽ എല്ലാവരും ഒരു പക്ഷേ ചിലപ്പോൾ നോറയ്ക്ക് ഒരു വോയിസ് ഉണ്ട്. ലാലേട്ടൻ അവിടെയും നല്ല രീതിയിൽ പറഞ്ഞിട്ടു. അതൊക്കെ നല്ല സ്ക്രിപ്റ്റ് അവർ കൊടുക്കുന്നുണ്ട്. ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്കും ഒരു സ്പേസ് ഉണ്ട്, നിങ്ങൾക്കൊരു വോയിസ് ഉണ്ട് ആ ഹൗസിൽ എന്ന് പറഞ്ഞിട്ട് സംഗതി കാര്യം പറഞ്ഞു. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും നോറ ആ പറഞ്ഞതിലല്ല, ഇതിനേക്കാളും കൂടുതൽ എന്താ സംഭവിച്ചാൽ ഈ ഇവരെ പുറത്താക്കേണ്ട കേസ് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം യമുന ഔട്ടായില്ലേ, യമുന ഔട്ടായി കഴിഞ്ഞിട്ട് നോറ സേഫായി. ഇതുവരെ ബിഗ് ബോസിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റ് വിധോ ഇത്ര അധികം കണ്ടിട്ടുണ്ടോ? ഇത്ര ഒരു മാസത്തോളം അവർ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 2 ആൾ പുറത്തു വന്ന സമയത്ത് ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പട്ടി ഷോ കാണിച്ചിട്ട് അകത്ത് പോയിട്ട് ചാടി കളിക്കുന്നതും ഇങ്ങനെ ഈ പരിപാടി കാണിക്കുന്നത് ഭയങ്കര സന്തോഷം കാണിക്കുന്നത്. അതായത് പ്രേക്ഷകരാണ് ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ജഡ്ജ്. ഏറ്റവും കൂടുതൽ വിധി എഴുതിയിട്ട് ഇതിനെ തീരുമാനിക്കുന്ന ആൾക്കാരാണ് നിങ്ങളാണ്, നമ്മളാണ് ഇതിൻ്റെ ആൾക്കാർ. ആ നമ്മളെയൊക്കെ പച്ചയ്ക്ക് പുച്ഛിക്കുന്ന പരിപാടിയല്ലേ നോറൊന്ന് കാണിച്ചിട്ടുള്ളത്. സീരിയസ് ആയിട്ട് ഇതുപോലെ ഒരു കണ്ടസ്റ്റൻ്റ് ഇത്രയും ഒരു പട്ടി ഷോ ഇതുവരെ ഒരു കണ്ടസ്റ്റൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. സീരിയസ്ലി പറയാണ്, അടുത്ത നോമിനേഷനിൽ നോറ വന്നിട്ടുണ്ടെങ്കിൽ നോറയ്ക്ക് ഇങ്ങോട്ട് പോരാ, കോഴിക്കോട്ടേക്ക് നോറയ്ക്ക് ഇങ്ങോട്ട് പോരാ. ഡാൻസ് കളിക്കുക, എന്തൊക്കെയോ കാണിക്കുക, എന്തൊക്കെയാ പറയാ, എന്തൊക്കെ ഒരു ജാതി ഒരുമാതിരി വളരെ മോശം ഷോ ആയിരുന്നു ഒന്നത്. രണ്ടാമത് നമുക്ക് ജിൻഡോൻ്റെയും ഗബ്രിയുടെയും വിഷയത്തേക്ക് വരുന്നതിന് മുന്നേ കാര്യം കൂടി പറയാണ്ട്. സങ്കടമായത് എന്താണെന്നറിയോ? സങ്കടമല്ല, ദേഷ്യം വന്നത്. ഫസ്റ്റ് ദേഷ്യം വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ജാസ്മിനോടാണെങ്കിലും ചോദിച്ച സമയത്ത് അവരങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ജാസ്മിൻ പറഞ്ഞത്. പക്ഷെ ജാസ്മിൻ ഗബ്രിയുടെ മാത്രം പേര് പറഞ്ഞാൽ അവിടെ പറയില്ല എന്നുള്ള വേറെ കഥയാണ്. അത് ആ ഒരു ബുദ്ധി ജാസ്മിനുണ്ട്. കാരണം ജാസ്മിനെ കുറച്ച് വേറിട്ട് നിർത്തുന്നു മറ്റുള്ളവരിൽ. പക്ഷേ ഇവിടെ സംഭവം എന്താ വെച്ചാൽ ഈ റസ്മിനോട് ചോദിച്ച സമയത്ത് റസ്മിൻ പറഞ്ഞൊരു സംഭവം, ജിൻഡോനെ വേണ്ട ഗബ്രീനെ മാത്രം കൊണ്ടുവന്നാൽ മതി. എന്താ മസാജാ എന്തൊരു പെണ്ണാറ് ഒരു ടീച്ചർ അത്ര ഒരു ടീച്ചർ പോട്ടെ, ടീച്ചർ എന്നുള്ള പ്രൊഫഷനുള്ള നീതി കാണിക്കുന്ന ഒരു തേങ്ങയും റസ്മിന്റെ ഭാഗത്ത്. പക്ഷെ റസ്മിൻ ഭയങ്കര മോശമായിട്ട് റസ്മിന്റെ അഭിപ്രായമായിരിക്കും, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവാം. പക്ഷെ നമ്മൾ കാണുന്ന സാധാരണക്കാർക്ക് അത് നല്ലതായി തോന്നിയില്ല. ഗബ്രീനെ കൊണ്ടുവരണം, ഞാൻ ഗബ്രീനെ ഉദ്ദേശിച്ചപ്പോ ജിൻഡോ പോയിക്കോട്ടെ എന്ന്. ജിൻഡോന്റെ അതേ സ്റ്റാൻഡേർഡ് ഒക്കെ തന്നെ ഗബ്രി അവിടെ കാണിക്കും. അത്രയില്ല, ജിൻഡോന്റെ അത്ര പോലും ഇല്ല. ഈ പേഴ്സണൽ ലൈഫിൽ ഇവരൊക്കെ ഇവർക്ക് ഗബ്രീന്റെ കൂടെ കെട്ടിപ്പിടിച്ചിരിക്കാനും അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ പറയാ, കാരണം എന്താ വെച്ചാൽ ജിൻഡോ അങ്ങനെയല്ല. ജിൻഡോനെ അവര് പറയുന്നുണ്ടെങ്കിൽ ഈ ഗബ്രിയുടെ കൂടി ഇവര് ഇതിലപ്പുറം തന്നെ അവിടെ കാണിക്കണം. കറക്റ്റ്. വളരെ മോശമായി റസ്മിന്റെ ഭാഗത്ത്. ഇനി റസ്മിന്റെ ആർമിക്കാരാണ് അല്ലെങ്കിൽ നേവിക്കാരോ എന്ത് ആർമി നേവി ഇജാതി ഇത്രയും ചീപ്പ് കണ്ടസ്റ്റന്റ്. അത് 2 ആളും തരക്കടില്ല. നിങ്ങളൊരു മത്സരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായി എവിക്റ്റായി പോവാ. ഇപ്പോൾ റോക്കിന്റെ കേസാന്ന് വിചാരിക്കുക, റോക്കി അതിന് പോലും ഇത്ര ഉണ്ടായിണ്ടാവില്ല. ആ സിജോനെ അടിച്ച് പല്ല് ഒഴിച്ചിട്ടുള്ള ആ ഒരു സർജറി ആ ഒരു കേസ് പോലെ ഒന്നല്ല ഇത്. ഇത്രയും ചെറിയൊരു കാര്യത്തിന് തെറി പറഞ്ഞു എന്നുള്ള സംഭവം, അല്ലെങ്കിൽ മോശം വേർഡ്സ് ഉപയോഗിച്ചു, സത്യം തന്നെയാണ്. ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഇതൊക്കെ പല കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാർ, അവരൊക്കെ അതും അതിൻ്റെ അങ്ങേപ്പുറം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നത് പിന്നെ റസ്മിന്റെ കേസ് അതാണ്. റസ്മിൻ വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത്. റസ്മിൻ ആ കാര്യത്തിൽ ഗബ്രി മാത്രം വരണം എന്നൊക്കെ പറഞ്ഞത് ലാലേട്ടനോട് സംസാരിച്ചത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. പിന്നെ രണ്ടാമത്തത് എന്താ പറയാ, പിന്നെ ഇവരെ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ട് നമ്മളെ ജിൻഡോ ആക്ടിവിറ്റി ഏരിയയിൽ കൊണ്ടുവന്നപ്പോൾ ഉള്ള ജിൻഡോന്റെ നമുക്ക് വ്യത്യാസം പറയാം കേട്ടോ. കാരണം അതെന്താന്ന് വെച്ചാൽ അത് ഞങ്ങൾ ലാസ്റ്റിക്ക് നമ്മൾ വെക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ
വെച്ചാൽ ജിൻഡോനെയും ഗബ്രീനെയും രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് വിളിച്ചു. രണ്ടുപേരും ഒരേപോലുള്ള കണ്ടസ്റ്റൻസ് ആണ്. ഒന്ന് മണ്ടൻ അല്ലെങ്കിൽ വായലിൽ വിളിച്ചാൽ ഇത് പറയുന്ന രീതിയിലുള്ള പേര് കേട്ടിട്ടുള്ള വ്യക്തി. പക്ഷെ സീരിയസ് ആയിട്ട് പറയാലോ, ഇന്നൊരു ദിവസം എന്നല്ല, ജിൻഡോക്ക് ഇന്നൊരു തംസപ്പ് ഉണ്ട്. എന്തുകൊണ്ടാ വെച്ചാൽ ജിൻഡോന് പാവം തോന്നി. അയാൾ അത്രയും മനസ്സിനുള്ളിൽ രീതിയിൽ. അതെ, നമുക്ക് സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ഇത് കുറച്ച് മനസ്സിൽ നന്മയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അത് പറയുന്നത് മുഴുവൻ അങ്ങനെയാ, ഞങ്ങള് നന്നായിക്കോളാം, ഞങ്ങള് കേറിക്കോളാം, ഒന്നും ഒറ്റയ്ക്കല്ല പറയണേ, എന്നേന്നല്ല പറയണ, ഞങ്ങളെന്നാ പറയണ. എന്നിട്ട് ഇയാള് പോയിട്ട് തിരിച്ച് അവിടെ ഗബ്രിയുടെ അടുത്ത് പോയിട്ട് ഗബ്രീനെ ഹഗ് ചെയ്തു. അപ്പോ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു തൊടാൻ പാടില്ല എന്നൊക്കെ പറയണവരല്ലേ, എന്തിനാണ് മാറിക്കൂന്നോ എന്തോ തൊടാൻ പാടില്ല, ഒരു സ്റ്റിക്കർ ഒട്ടിക്കുമ്പോ തൊടാൻ പാടില്ല. ഗബ്രീനാക്കിയതാണ്. ഗബ്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഗബ്രിക്ക് അത്യാവശ്യം കിട്ടിയത്. ഗബ്രീന്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് പോവുകയാണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ ഭയങ്കര ബോൾഡ് സ്ട്രാറ്റജി ചിലപ്പോൾ ഒരു വശത്തോ എനിക്ക് പോവില്ല എന്നുള്ളത് തോന്നുമായിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ എന്താ പറയുമായിരിക്കും ഗബ്രി. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും സാധാരണ അപ്പം നമ്മളൊരു സാധാരണക്കാരാണ്, നമുക്ക് സാധാരണക്കാരെന്നുള്ള കണ്ടീഷനിൽ തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ജിൻഡോന്റെ അന്നത്തെ പെർഫോമൻസ് ഇഷ്ടപ്പെടും. ജിൻഡോനെ ഇഷ്ടപ്പെടും. ഒരു പാവം മനുഷ്യനായിട്ട് ഫീൽ ചെയ്യുന്നു, അഭിനയിക്കെല്ലാം തോന്നുന്നുണ്ട്. ജിൻഡോന് ഇന്ന് ശരിക്കും വിഷമം തോന്നി. പിന്നെ രണ്ടാമത്തെ ഉള്ളിലേക്ക് കയറി വന്ന സമയത്തും എല്ലാവരും ഗബ്രീന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന്. അല്ല, ഇതൊക്കെ നമ്മൾ ഈ കോർണറിംഗ് നമ്മൾ ഇതിനു മുന്നേ സീസണിൽ കണ്ടതാണ്. അല്ല, അത്രയും കോർണറിംഗ് ഒന്നും ഇല്ല, പക്ഷെ എന്നാലും ഇത് ഇങ്ങനെ ഒരു ആക്ട് ചെയ്തിട്ടാണെന്നെങ്കിൽ. അതുപോലെ വേറൊരു കോമഡി ഉണ്ട് കേട്ടോ. ഗബ്രി ഇന്ന് ജയിലിക്ക് ഗബ്രീനെ ഒന്ന് പുറത്താക്കിയപ്പോ പോവാൻ നേരത്തെ ഡോർ തുറന്നപ്പോഴേക്കും ജാസ്മിൻ അവിടുന്ന് ഗബ്രി എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടം, ജാസോന്ന് വിളിച്ചിട്ടില്ല, ഗബ്രി എന്ന് പറഞ്ഞ ഓടിയിട്ട് ഭയങ്കര അതേപോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് തിരിച്ചു വന്നപ്പോഴുണ്ട് ജാസ്മിന്റെ ഒരു ഓട്ടം, ഏതോ സിനിമയിലൊരു സീൻ പോലെ സ്ലോ മോഷനിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വാരി. അഫ്സൽക്ക ഓടി രക്ഷപ്പെട്ടോളി, എവിടേക്കാ വെച്ചാൽ കിട്ടിയ ചാൻസ് ആണ്. സീരിയസ് ആയിട്ട് പറയാം, ആത്മാർത്ഥമായിട്ട്. നമുക്ക് നിങ്ങളെ പരിചയവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും ഇത് കണ്ടോടത്തോളം പറയാണ്. വീട്ടുകാരുടെ കഥ പിന്നെ പോക്കാണ്, കാരണം അവരെ വീട്ടിലത്തെ കുട്ടി അങ്ങനെ പറയില്ലാറുണ്ട് കാര്യമില്ല ഇതോ. കാരണം ഇത് കാണുന്ന സമയത്തുണ്ടല്ലോ, അതിനുള്ളിൽ ബാക്കിയുള്ളതും കണ്ടസ്റ്റൻസ് തന്നെയാണ്, ബാക്കിയുള്ളതും പെൺകുട്ടികൾ തന്നെയാണ്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെയാണ്. പുറത്ത് കല്യാണം ഉറപ്പിച്ച് ഇന്നിപ്പോൾ അഫ്സലിൻ്റെ വീഡിയോ ചെയ്തില്ലേ, കണ്ടല്ലേ അഫ്സലിൻ്റെ വോയിസ്? അത് സത്യമാണെങ്കിൽ അയാൾ കല്യാണം ഉറപ്പിച്ച് പുറത്ത് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആർക്കും സഹിക്കാൻ പറ്റില്ല. അല്ലാത്തൊരു കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ ഇത്രയധികം ജാസ്മിനെതിരെ വീഡിയോസ് ഇതിൽ ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്കൊന്ന് ഒരു വീഡിയോയ്ക്ക് ഏകദേശം 200-300 കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 4-5 ആൾക്കാർ മാത്രമേ ഇപ്പോഴും ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുള്ളൂ. അല്ലാത്ത എല്ലാവർക്കും, കാരണം വെച്ചാൽ ആ ഒരു പയ്യൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന സമയത്ത്, ഇപ്പോഴും പറയേണ്ട കേസല്ല, പക്ഷെ ഇത് ഏതായാലും ഈ പറഞ്ഞ സമയത്ത് ഞാൻ പറയുമല്ലോ, ആ ഒരു പയ്യൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന സമയത്ത് കഷ്ടമാണ്. അതെ, കല്യാണം കഴിക്കാൻ തീരുമാനിച്ച കുട്ടി ഒരു സ്ഥലത്ത് പോയിട്ട് വേറെ ഇനി എത്ര ഫ്രണ്ടാന്ന് പറഞ്ഞാലും ഒരു പരിധി കവിഞ്ഞിട്ടൊന്നും എനിക്കറിയില്ല. നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് ആർക്കും സഹിക്കാൻ പറ്റില്ല. അതും ഇനി അങ്ങനെയും ചിന്തിക്കണം, നീയും എന്തായിക്കോ ഞാനും എന്തായിക്കോളൂ എന്നുള്ള ഭാവത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ, അല്ലാത്തവരൊക്കെ ഒന്നും സഹിക്കാൻ പറ്റില്ല കേട്ടോ ശരിക്കും. അപ്പോൾ ഇന്നത്തെ തംസപ്പ് ജിൻഡോനും തംസ് ഡൗണ് നോറയ്ക്കും ആണ് കേട്ടോ. പിന്നെ വേറെന്താ, റസ്മിൻ്റെ വേറെന്തോ ഒരു സംഭവം കൂടി ഉണ്ടായി. മറ്റേ ലാലേട്ടൻ ചോദിച്ചിട്ടില്ലേ, ലാലേട്ടൻ അത്യാവശ്യം നല്ല കലിപ്പുണ്ട് ആറ്റിറ്റ്യൂഡ് പോലും. എനിക്ക് റസ്മിനെ എന്തോ വലിയ കോമണർ എന്ന് പറയല്ല, കോമണർ എന്നുള്ളത് വെച്ചാൽ ഇനിയിപ്പോൾ സെലിബ്രിറ്റി ആണെങ്കിൽ കൂടി ഭയങ്കര അഹങ്കാരം. ലാലേട്ടനോടൊക്കെ ആ രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എത്ര സീസണിൽ കണ്ടതാണ്. ഇത്രയധികം ലാലേട്ടൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇനി മോഹൻലാൽ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി, മഹാനടൻ, ആ ഒരു മോഹൻലാൽ എന്നുള്ളൊരു പേര്, ഒരു ബ്രാൻഡ്, അതിൻ്റെ മുന്നിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ വിനയം വേണം. അതിനിപ്പോൾ എന്ത് തൻ്റെടാണെന്നുണ്ടെങ്കിലും ആരോട് മുന്നേ വെട്ടി തുറന്ന് പറയാന്നുള്ളതൊക്കെ ഈ മറ്റേ ആർമി നേവിക്കാർ പറയുമായിരിക്കാം. എന്ത് പട്ടാളം പറഞ്ഞാലും എയർഫോഴ്സുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഗതി ഇത്ര. ജാസ്മിൻ്റെ എയർഫോഴ്സ് ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, മറ്റേതല്ല. ഇനി ജാസ്മിൻ അല്ലല്ലോ, റസ്മിൻ പട്ടാളോ ഏത് ഉറങ്ങി ഒരു മനുഷ്യൻ കാര്യമായിട്ട് ഒരു മനുഷ്യൻ ഇത്രയും മറ്റേ ബ്ലഡിൽ ഇത്രയും ചോര തിളക്കണം ഞരമ്പുകളിൽ നിന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങാറ് എന്താ കഥ. ഇതൊക്കെ തന്നെ ഇതാണ് പറഞ്ഞത്, ഒരു റെസ്പെക്ട് സംഭവം ഓട്ടെ. പണ്ട് മറ്റേ റോബിൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ കിടന്നുറങ്ങിയ ആളാണ്, എന്നിട്ട് റോബിൻ അവിടെ നിന്ന് ചോദിക്കുകയും ചെയ്തു ഉറങ്ങിയില്ലേന്ന്. അത് പോട്ടെ. അപ്പോൾ ഇതെന്താ പറഞ്ഞത് നമ്മൾ? അപ്പോൾ റസ്മിൻ ഭായ്, ഇനി ഞാൻ കൂടുതൽ പറയില്ല, അത്യാവശ്യം പറയാനുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്നില്ല, എന്തോ അഹങ്കാരമുണ്ട്. ഇനി ലാസ്റ്റ് ഇനെന്താ ഇതോ, പിന്നെ ഇനി ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ കാര്യം പറയാനുള്ളത് മെയിൻ സംഗതി നാളത്തെ വൈൽഡ് കാർഡ്സ്.
വൈൽഡ് കാർഡുകൾ വരുന്നുണ്ട്. പല കാർഡുകളുടെ പേരുകളും നമ്മൾ കേട്ടു. സായിന്റെ വീഡിയോ ഞാൻ ചെയ്തു. സായിയുടെ പ്രോമോ ഉണ്ടല്ലേ അല്ലേ? ഇല്ല സായി നാളെ തന്നെ കയറുണ്ടാവോ അതോ മറ്റന്നാളാവോ എന്ന് അറിയില്ല. സീക്രട്ട് ഏജന്റ് നാളെ കയറുണ്ടോ അറിയില്ല. പക്ഷെ സീക്രട്ട് ഏജന്റിന്റെ ഫേസ് കണ്ടില്ല, കണ്ട പോലെ തോന്നിയില്ല. നന്നായിട്ട് ഒരു ഇൻട്രസ്റ്റ് ആക്കിയാൽ മതി, നന്നായി ഗെയിം കളിക്കുക. അങ്ങനെ ഒരു ടീമിന്റെ കൂടെ കൂടരുതേ. പ്രത്യേകിച്ചും ജാസ്മിൻ, ഗബ്രി, റസ്മിൻ ഇവര് കൂടെ കൂടാതെ ഒന്ന് കറക്റ്റായി കളിച്ചാൽ മതി. കുറച്ച് ഇഷ്ടമുണ്ടായിരുന്ന അർജുനോട് വരെ ഇപ്പൊ എനിക്ക് ഒരു ഇഷ്ടക്കുറവ് തോന്നിയത്. ഫുൾ ഇവര് ഭാഗത്താ ശരി എന്നുള്ള പോലെ അർജുൻ നടക്കുകയാണ്. അതേപോലെ ആ നെക്സ്റ്റ് ടീമിന്റെ കൂടെ തന്നെ അർജുൻ്റെതായ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അത് അർജുൻ കളയാണ്. അർജുന് സ്വന്തമായിട്ട് കളിച്ചാൽ മതി. അല്ലാണ്ട് അർജുൻ ഇവരോടൊക്കെ ഇങ്ങനെ ഇതാക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട്. ഈ വൈൽഡ് കാർഡ്സിൽ നോട്ട് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. ഞാനൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, പക്ഷേ ഇപ്പോൾ പറയാം എന്തായാലും. അതെന്താ വെച്ചാൽ ഈ ഗബ്രി ഇവനെതിരെ ജിൻഡോക്കെതിരെ യൂസ് ചെയ്തിട്ടുള്ളൊരു കാർഡുണ്ട്. അതായത് ഒരു ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, സെക്ഷൽ ഒരു അതുപോലത്തെ ഒരു ടച്ച് എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ ഗബ്രി യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സംഗതി ഗബ്രി യൂസ് ചെയ്തപ്പോൾ അതിനെതിരെ കളിച്ച ബിഗ് ബോസ് ആണ് സത്യം പറഞ്ഞാൽ ആള് മുതൽ. റീസൺ എന്താ വെച്ചാൽ ബിഗ് ബോസ് കൊണ്ടുവരുന്ന ഒരു വൈൽഡ് കാർഡ് ഗേ ആണ്. ഓക്കെ, ഈ വ്യക്തി അപ്പോൾ ഈ ഇവൻ ഒഫീഷ്യലി തന്നെ അവനെ ഗേ ആയിട്ട് ഡിക്ലെയർ ചെയ്ത ആളാണ്. മിസ്റ്റർ ഗേ വേൾഡോ എന്തോ മിസ്റ്റർ ഗേ വേൾഡ്, മിസ്റ്റർ ഗേ ഇന്ത്യ 2024 3 എന്തോ ആണ് അവൻ. അതെ, അവൻ അതായത് അവനവരിതൊക്കെ അവൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് റണ്ണറപ്പാണ് ചങ്ങാതി. ശ്രീകുമാർ അല്ല, സോറി എന്താ പേര് അവൻ്റെ പേര്, അഭിഷേക് ജയദീപ് അല്ലേ, അത് അറിയില്ല കേട്ടോ, സോറി, അഭിഷേക്. ഓക്കെ, നല്ല ഭംഗിയുള്ള രണ്ടും നല്ല സ്റ്റൈലുള്ള രണ്ട്, പിന്നെയും കോട്ടായിട്ടുണ്ട് മനുഷ്യനെ അപമാനിക്കാനായിട്ട് പോട്ടെ. അപ്പോൾ എന്താ പറയുക, അഭിഷേക്. അപ്പോൾ അവനെ സ്വയം ഡിക്ലെയർ ചെയ്തൊരു വ്യക്തി. ഈ വ്യക്തിനെ ഗബ്രി എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും? അതെ, ഒരു തൊട്ട സമയത്ത് ജിൻഡോനെ അഗെയിൻസ്റ്റ് ആയിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു അലിഗേഷൻ കൊടുത്തിട്ടുള്ള ഇവൻ ഗബ്രി ഇനി വരാൻ പോകുന്ന ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ള ഗേനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് കാണണം. അപ്പോൾ നാളെ അടുത്ത ഒരു വീഡിയോ റിവ്യൂ ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.